എന്തിന് ഇനിയും ഏറെ ഫോസിലുകൾ? ഇടക്കണ്ണി ജീവികളും ജീവജാതികളുമാണ് പരിണാമ സിദ്ധാന്തത്തിന് ആവശ്യമെങ്കിൽ, ഇടക്കണ്ണികളായി പരിഗണിക്കപ്പെടാവുന്ന തരത്തിലുള്ള വ്യത്യസ്ത വലിപ്പത്തിലും സവിശേഷതകളോടും കൂടിയ ജീവികളും ജീവജാതികളും ഇപ്പോൾ തന്നെ ആവശ്യത്തിന് നമ്മുടെ കൺമുന്നിലില്ലേ? 1 മീറ്ററിന്റെ 10 ലക്ഷത്തിലൊരംശം മൈക്രോൺ മുതൽ 30-ലധികം മീറ്ററുകൾ വരെ നീളമുള്ള ജീവികളും 100-ൽ പരം മീറ്ററുകൾ ഉയരമുള്ള വൃക്ഷങ്ങളുമുണ്ടിവിടെ. 1 മില്ലിമീറ്ററിന്റെ 2/3 ഭാഗം നീളവും 1/3 ഭാഗം മാത്രം ഘനവുമുള്ള പൂവും കായുമുള്ള ചെടികൾ മുതൽ മീറ്ററുകൾ നീളവും ഘനവുമുള്ള വൃക്ഷങ്ങൾ വരെയുണ്ട്. 1 ഗ്രാമിന്റെ ലക്ഷം കോടിയിൽ ഒരംശം, അതായത് പൈക്കോഗ്രാം മുതൽ 18 കോടിയിലധികം ഗ്രാം വരെ ഭാരമുള്ള ജീവികളും ഭൂമുഖത്ത് കാണപ്പെടുന്നു. കറുപ്പ് മുതൽ വെളുപ്പ് വരെ എല്ലാ നിറഭേദങ്ങളോടും കൂടിയ ജീവികളെയും കാണാനാകും. ഒരൊറ്റ കോശം മുതൽ മഹാകോടി കോശങ്ങൾ വരെ ശരീരത്തിൽ വഹിക്കുന്ന ജീവികളും ഇവിടെയുണ്ട്. ജലത്തിൽ മാത്രം ജീവിക്കാൻ കഴിയുന്നവയും, കൂടുതൽ കാലം ജലത്തിലും കുറച്ചുകാലം കരയിലും കഴിയുന്നവയും, കുറച്ചുകാലം ജലത്തിലും കൂടുതൽ കാലം കരയിലും കഴിയുന്നവയും, കരയിൽ മാത്രം ജീവിക്കാൻ കഴിയുന്നവയും ജീവികൾക്കിടയിലുണ്ട്. നിന്നിടത്ത് നിന്ന് അനങ്ങാൻ കഴിയാത്തവയിൽ നിന്ന് തുടങ്ങി വളരെ പണിപ്പെട്ട് മെല്ലെ അനങ്ങാൻ ശ്രമിക്കുന്നവയും, വളരെ സാവകാശം നീങ്ങുന്നവയും, തീവണ്ടി വേഗതയിൽ ഓടുന്നവയും ജീവികൾക്കിടയിലുണ്ട്. പറക്കാൻ ആയാസപ്പെടുന്നവയും അനായാസം പറക്കുന്നവയും, വ്യോമയാനങ്ങളെ ലജ്ജിപ്പിക്കുന്ന അഭ്യാസപ്രകടനം നടത്തി ഉയർന്നും താഴ്ന്നും പറക്കുന്നവയും പക്ഷികൾക്കിടയിലുണ്ട്. ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലും മരം കോച്ചുന്ന ധ്രുവപ്രദേശങ്ങളിലും സസുഖം ജീവിക്കുന്നവയും, തിളയ്ക്കുന്ന വെള്ളത്തിലെ തന്മാത്രകൾക്കൊപ്പം നൃത്തച്ചുവടുകൾ വയ്ക്കുന്നവയും, മഞ്ഞുകട്ടയിലെ തന്മാത്രകൾക്കൊപ്പം മരവിച്ചു കിടക്കുന്നവയും വരെ ജീവികൾക്കിടയിൽ കണ്ടെത്താനാകും. ഒരൊറ്റ ബാഹ്യാവയവം പോലുമില്ലാത്തവ മുതൽ അനേകം ബാഹ്യാവയവങ്ങളോട് കൂടിയവയും, ആൺ-പെൺ വകഭേദങ്ങളില്ലാത്തവയും, ആൺ-പെൺ ലിംഗഭേദമുള്ള വ്യതിരിക്ത ജീവികളും ഇവിടെ സുലഭമാണ്. മുട്ടകളിടുന്ന ജീവികൾ, മുട്ടകൾ സ്വന്തം ശരീരത്തിനുള്ളിൽ വച്ച് വിരിയിച്ചു പ്രസവിക്കുന്ന ജീവികൾ, സ്വന്തം ഗർഭാശയത്തിനുള്ളിൽ ഭ്രൂണവളർച്ച പൂർത്തിയാക്കി പ്രസവിക്കുന്ന ജീവികൾ, മുട്ടയിട്ട് വിരിച്ചു മുലയൂട്ടുന്ന ജീവികൾ, പ്രസവിച്ചു മുലയൂട്ടുന്ന ജീവികൾ എന്നിവയും നമുക്ക് സുപരിചിതമാണ്. ഗർഭാശയമുള്ള ജീവികളിൽ ആർത്തവമുള്ളവയും ഇല്ലാത്തവയുമുണ്ട്. ആൺ-പെൺ ബീജസംയോഗം നടന്നെങ്കിൽ മാത്രം കുഞ്ഞുങ്ങളുണ്ടാകുന്നവ, ബീജസംയോഗം നടക്കാതിരുന്നാൽ മുട്ടകൾ വിരിഞ്ഞ് ആൺകുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ പെൺകുഞ്ഞുങ്ങൾ മാത്രമുണ്ടാകുന്നവ, ബീജസംയോഗം നടക്കാതിരുന്നാൽ പെൺജീവികളും ആൺജീവികളെപ്പോലെ പെരുമാറുന്ന ചില പെൺജീവികളും വിരിയുന്നവ, ആൺവർഗത്തിന്റെ ഗന്ധം പോലും ഏഷിയിട്ടില്ലാത്ത ജീവജാതികൾ എന്നിവയും ജൈവലോകത്തുണ്ട്. ജലത്തിൽ ജീവിച്ച് ജലത്തിൽ മാത്രം മുട്ടയിടുന്നവയും, ജലത്തിൽ ജീവിച്ച് കരയിൽ മുട്ടയിടുന്നവയും നമുക്ക് സുപരിചിതമാണ്. യോനിനാളത്തിലേക്ക് നേരിട്ട് ശുക്ലവിസർജനം നടത്തി പ്രജനനം നടത്തുന്ന ആൺജീവികളും, ആൺജീവികൾ ബാഹ്യ ചുറ്റുപാടുകളിൽ ഒഴുക്കിക്കളയുന്ന ശുക്ലാണുവിനെ ബാഹ്യ ചുറ്റുപാടുകളിൽ നിന്ന് വിദഗ്ധമായി ഊറ്റിയെടുത്ത് പ്രജനനധർമ്മം നിർവഹിക്കുന്ന പെൺജീവി വർഗങ്ങളും ഇവിടെയുണ്ട്. പിറക്കുമ്പോൾ 2 മില്ലിമീറ്റർ പോലും വലിപ്പമില്ലെങ്കിലും വളർച്ചയെത്തിയ ജീവികളുടെ അതേ രൂപവും പെരുമാറ്റ രീതിയുമുള്ള ജീവികളും, പിറക്കുമ്പോൾ വളരെ വിഭിന്നമായ രൂപവും ഭക്ഷണ സമ്പ്രദായങ്ങളുമായി പ്രത്യക്ഷപ്പെട്ട് വിഭിന്ന ഘട്ടങ്ങളിലൂടെ വളർന്നതിനു ശേഷം മാത്രം യഥാർത്ഥ ജീവജാതിയുടെ സ്വരൂപം വെളിപ്പെടുത്തുന്നവയും ജീവികളുടെ പട്ടികയിലുണ്ട്. വർഷങ്ങൾ കണ്ണിമയ്ക്കാതെ നോക്കി നിന്നാൽ പോലും വളർച്ച കണ്ണിൽപ്പെടാത്ത ജീവികളും, ട്യൂബിൽ കാറ്റടിച്ചു വീർക്കുന്നത് പോലെ വളരുന്ന ജീവികളും സസ്യവർഗത്തിലും ജന്തുവർഗത്തിലുമുണ്ട്. വലിയ വസ്തുക്കളെന്നോ അടുത്തുള്ള വസ്തുക്കളെന്നോ വ്യത്യാസമില്ലാതെ യാതൊന്നും കാണാൻ കഴിയാത്ത ജീവികൾ മുതൽ വളരെ ചെറുതായിരുന്നാലും വളരെ അകലെയായിരുന്നാലും നിറഭേദങ്ങളടക്കം എല്ലാം വളരെ വ്യക്തമായി കാണുകയും തിരിച്ചറിയുകയും ചെയ്യുന്ന ജീവികളും ഇവിടെയുണ്ട്. ഘ്രാണശക്തി തീരെ കുറഞ്ഞ ജീവികൾ മുതൽ ഓരോന്നിൻ്റെയും ഇനം തിരിച്ച് ഗന്ധം തിരിച്ചറിഞ്ഞ് തേടിപ്പിടിക്കുന്ന ജീവികളെയും നമുക്കറിയാം. ദിഗന്ധങ്ങൾ മുഴങ്ങുന്ന ശബ്ദം പോലും കേൾക്കാൻ കഴിയാത്ത ജീവികൾ മുതൽ വളരെ നേരിയ മർമ്മം പോലും തിരിച്ചറിയുന്ന ജീവികളുമുണ്ട്.